നിങ്ങൾ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയുള്ളവരാണോ? ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ AMVI അഥവാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നേരത്തെ തയ്യാറെടുക്കാം. അതും കഴിഞ്ഞ AMVI പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമായ TechPSCയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലോങ് ടേം ബാച്ചിനൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇന്ററാക്ഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, കോഴ്സ് വാലിഡിറ്റി ടിൽ എക്സാം ഡേറ്റ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും TechPSCയുടെ ഓഫർ പ്രൈസ് ആയ 7000 രൂപയ്ക്ക്. ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹായ് ആൾ, വെൽക്കം ടു TechPSCയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVI എക്സാമിലെ ലാസ്റ്റത്തെ ഒരു 20 മാർക്കിന്റെ ജോബ് റിലേറ്റഡ് ആയ ടോപ്പിക്സിൽ നിന്ന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റും അതേപോലുള്ള മോട്ടോർ വെഹിക്കിൾ റൂൾസ് അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ജോബ് റിലേറ്റഡ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ 20 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് വന്നത്, ഏത് റൂളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആക്ടിൽ നിന്നാണ് അത് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ് റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾസ് ഷാൾ ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ബിഹൈൻഡ് ദ ബ്രോക്കൺ ഡൗൺ വെഹിക്കിൾ. ഓപ്ഷൻ എ 10 meters, ഓപ്ഷൻ ബി 20 meters, ഓപ്ഷൻ സി 30 meters, ഓപ്ഷൻ ഡി 50 meters. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ്. ഈ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഈ ഒരു വെഹിക്കിൾ ഒരു ഹൈവേസിലോ അല്ലെങ്കിൽ ഒരു മേജർ റോഡ്സിലോ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നായിട്ട് നമ്മൾ ആ വാഹനത്തിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കാറുണ്ട് അല്ലെ. എല്ലാ വാഹനങ്ങളും നിർമ്മാതാക്കൾ ഇപ്പോൾ വാഹനം വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ നൽകണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കാറുണ്ട്. അത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ഈ ബ്രേക്ക് ഡൗൺ ആയ വെഹിക്കിളിന്റെ എത്ര ഡിസ്റ്റൻസിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഇൻ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ് കേട്ടോ, 10 meter, 20 meter, 30 meter, 50 meter, ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 50 meter ആണ്. കറക്റ്റ് ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു, വെഹിക്കിളിന് ഈ ഒരു വാർണിംഗ് ട്രയാങ്കിൾ വെക്കണം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 50 meter ആണ്. സോ നമുക്ക് നോക്കാം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ റെഗുലേഷൻസ് 2017 28ാമത്തെ റൂള്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ റെഗുലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി 40 റൂളുകളാണ് നമുക്ക് വരിക. 40 റൂൾസ് ആണ് വരിക. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ ആക്ടിനെ കുറിച്ച് പറയുന്നതിനാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചധികം നമ്മൾ ഈ റൂളുകൾ 3ാമത്തെ റൂൾ മുതൽ 40ാമത്തെ റൂൾ വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലെ കുറച്ചധികം ഡെഫിനിഷൻസ് ഓരോ ടേംസിനെ ഡിഫൈൻ ചെയ്തതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ 3ാമത്തെ മുതൽ 40ാമത്തെ റൂളുകളിലെ 28ാമത്തെ റൂൾ എന്ന് പറയുന്നത് വെഹിക്കിൾ ബ്രേക്ക് ഡൗണിനെ കുറിച്ചാണ് പറയുന്നത്. വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ നമുക്ക് ആ റൂൾ എന്താണെന്ന് നോക്കാം. ഇൻ കേസ് എ വെഹിക്കിൾ with more than 2 wheels has broken down at the place where it can be recognized in time as a stationary obstacle. Option അതിൽ ഒന്നാമത്തെ സബ് പോയിന്റ് പറയുന്നത്, the hazard warning lights of the vehicle shall be switched on immediately. രണ്ടാമത്തെ പറയുന്നത്, on highways and major roads with fast speed reflective warning triangles shall be placed at a distance of 50 meters behind the broken vehicle. അടുത്ത പറയുന്നത്, ഇഫ് ദർ ഇസ് എ ബെൻഡ് ഓൺ എ റോഡ് വേർ ദ വെഹിക്കിൾ ഇസ് പാർക്ക്ഡ് റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ആർ പ്ലേസ്ഡ് അറ്റ് ബിഫോർ ദി ബെൻഡ്. അല്ലെ, അപ്പൊ എന്താ വെച്ചിട്ടുള്ളത്, വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്ന കേസാണ് പറയുന്നത്. ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി, 2 വീലറിൽ മുകളിലുള്ള ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി, അത് നമുക്ക് അവിടെ നിന്ന് നീക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ട് അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് റോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് വാഹനത്തിന്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്യണം.
രണ്ടാമത്തത് നമ്മളുടെ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾസ് എവിടെ വെക്കണം? 50 മീറ്റേഴ്സ്. കറക്റ്റ് ആയിട്ട് പഠിക്കുക. 50 മീറ്റേഴ്സ് മുന്നേ ആയിട്ട്, അതായത് ആ ഒരു വാഹനം വരുന്നത് സൈഡ് മനസ്സിലാക്കുന്ന രീതിയിൽ അതിന്റെ പിന്നിലായിട്ട് എന്ത് ചെയ്യണം? 50 മീറ്റേഴ്സ് വിട്ടിട്ട് നമ്മൾ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഇതേപോലെ വെക്കണം. അതായത് ഈ വാഹനവും ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ആയിരിക്കണം. ഇനി പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു കെർവിലോ ഒരു ബെൻഡിലോ ഒരു വളവിലൊക്കെ ആയിരിക്കും വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ 50 മീറ്റേഴ്സ് നമുക്ക് നോക്കുന്നേക്കാളും ആ വാഹനത്തിന്റെ എന്താ ചെയ്യേണ്ടത്? ആ വാഹനത്തിന്റെ ബെൻഡിന് മുന്നേ അല്ലെങ്കിൽ ആ വളവിന് മുന്നേ ആയിട്ടായിരിക്കണം ട്രയാങ്കിൾ വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു റൂളിൽ 28ാമത്തെ റൂളിൽ പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ 28ാമത്തെ റൂളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ 50 മീറ്റർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് 50 മീറ്റർ ആണ്. ഈ ക്വസ്റ്റിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് വേറെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹൈവേസിലോ അല്ലെങ്കിൽ മേജർ റോഡ്സിലോ എന്ന് പറഞ്ഞു സൂചിപ്പിച്ചു അല്ലെ? ഹൈവേസ് അല്ലെങ്കിൽ മേജർ റോഡ്സ്. ഇനി അതിന് പകരം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടണൽ ആകും. നമ്മളൊരു വാഹനം ഒരു ടണലിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ടണലിന്റെ ഉള്ളിൽ നിന്നാണ് ബ്രേക്ക് ഡൗൺ ആകുന്നത് എങ്കിൽ, ടണലിന്റെ അകത്ത് നിന്നാണ് ഡൗൺ ആകുന്നത് എന്നെങ്കിൽ നമുക്ക് അവിടെ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് പാലിക്കേണ്ടത്. 50 മീറ്റർ അല്ല, 20 മീറ്റർ ആണ് പാലിക്കേണ്ടത് ഒരു ടണലിന്റെ ഉള്ളിലാണ്. ഇത് ശരിക്കും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് 2017 ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതില് റെഗുലേഷൻസ് 2017 വൈൽ എൻട്രിങ് ടു എ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ വരുന്നുണ്ട്. വൈൽ എൻട്രിങ് ടു എ ടണൽ, ഒരു ടണലിനുള്ളിലോട്ട് എൻട്രി ചെയ്യുന്നത്, അതായത് 20ാമത്തെ സബ് റൂളാണ് വരുന്നത് കേട്ടോ. 20ാമത്തെ റൂളാണ് വരുന്നത്. 20ാമത്തെ റൂളിൽ പറയുന്നുണ്ട് ഒരു ടണലിനുള്ളിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടണലിലൂടെ എൻ്റർ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ടണലിന്റെ ഉള്ളിലാണ് ബ്രേക്ക് ഡൗൺ ആകുന്നത് എന്നുണ്ടെങ്കിൽ 20 ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ജസ്റ്റ് നോർമൽ റോഡിൽ അല്ലെങ്കിൽ മേജർ റോഡിൽ ഒരു ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ 50 ആണ്. അതോടൊപ്പം തന്നെ ഒരു ടണലിലാണെന്നുണ്ടെങ്കിൽ ഒരു 20 ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 50 മീറ്റേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. The priority within the category of emergency vehicles shall be as the follows: ambulance, fire service vehicle, police service vehicle, fire service vehicle, police service vehicle, ambulance, fire service, ambulance, police, ambulance, police service, fire service. നമുക്കറിയാം എമർജൻസി വെഹിക്കിൾ അറിയാം അല്ലെ? എമർജൻസി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കടത്തി വിടേണ്ടതായിട്ടുള്ള എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. അതിൽ ആംബുലൻസ് ഒരു എമർജൻസി വെഹിക്കിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? ആംബുലൻസ്, ഒരു രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഒരു എമർജൻസി വെഹിക്കിൾ ആണ്. ഫയർ സർവീസിന്റെ ഫയർ ടെൻഡർ പറയുന്ന നമ്മളുടെ ഫയർ വാഹനം ഒരു എമർജൻസി വെഹിക്കിൾ ആണ്. പോലീസിന്റേത് ഒരു എമർജൻസി വെഹിക്കിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എമർജൻസി വെഹിക്കിൾ, അപ്പൊ ഇതില് ഈ 3 എമർജൻസി വെഹിക്കിളും ഒരു ജംഗ്ഷനിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ 3 എമർജൻസി വെഹിക്കിളും റോഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഏത് വെഹിക്കിളിലാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്? ആദ്യം ഏത് വെഹിക്കിൾ കടത്തിവിടും? ആംബുലൻസ് ആണോ? ഫയർ സർവീസ് പോലീസ് ആണോ? ഫയർ സർവീസ് പോലീസ് സർവീസ് ആംബുലൻസ് ആണോ? ഫയർ സർവീസ് ആംബുലൻസ് പോലീസ് ആണോ? അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നമ്മൾ ഈ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് പല എക്സാമുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഒരു പ്രിയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ 27ാമത്തെ റൂൾ ആയിട്ടാണ് വരുന്നത് കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ 27ാമത്തെ റൂൾ ആയിട്ടാണ് വരുന്നത്. വെഹിക്കിൾസ് ഡെസിഗ്നേറ്റഡ് ഫോർ എമർജൻസി ഡ്യൂട്ടീസ്, അതാണ് നമ്മളുടെ റൂളിന്റെ പേര്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ 27ാമത്തെ റൂള് വെഹിക്കിൾസ് ഡെസിഗ്നേറ്റഡ് ഫോർ എമർജൻസി ഡ്യൂട്ടീസ്, ഒരു എമർജൻസി ഡ്യൂട്ടീസിന് വേണ്ടി വെഹിക്കിൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ട്. ഇനി അതിന്റെ പ്രിയോറിറ്റി കറക്റ്റ് നമ്മൾ ഈ സെന്റൻസ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ പ്രിയോറിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രിയോറിറ്റി എന്താ? ഫസ്റ്റ് ഫയർ സർവീസ് വെഹിക്കിൾ, സെക്കൻഡ് ആംബുലൻസ്, തേർഡ് പോലീസ് സർവീസ് വെഹിക്കിൾ, ഫോർത്ത് വരുന്നത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള മെയിൻ്റെനൻസിനോ എസെൻഷ്യൽ പബ്ലിക് സർവീസസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാട്ടർ, അതേപോലെ തന്നെ പവർ സപ്ലൈ, ഒരു പ്രശ്നം നടന്ന ഒരു സ്ഥലത്തോട്ട് നമ്മളൊരു ഫുഡ് എത്തിക്കാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് 4ാമത്തെ പ്രിയോറിറ്റി. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തിരിക്കുക ഫയർ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയർ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആംബുലൻസ് ആണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ആംബുലൻസിൽ രോഗിയെ കൊണ്ട് പോവുകയാണെങ്കിൽ പോലും ഫയർ സർവീസിന്റെ വാഹനം വരികയാണെങ്കിൽ അവർക്കാണ് മുൻഗണന. കാരണം ഈ ആംബുലൻസിൽ ചിലപ്പോൾ ഒരു രോഗി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഫയർ ഒരു പ്രശ്നം നടന്ന ഒരു ഏരിയയിലോട്ടായിരിക്കും ഫയറിന്റെ വാഹനം പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കും ഫയറിന്റെ വാഹനത്തിന് മുൻഗണന കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ 3ാമത്തത് എപ്പോഴും എന്ത് ചെയ്യുക? പോലീസ് വാഹനങ്ങൾക്കായിട്ട് വെക്കുക. 4ാമത്തെ എസെൻഷ്യൽ ഡ്യൂട്ടീസ് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഞാൻ എസെൻഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയാം. എസെൻഷ്യൽ വെള്ളം, അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ, മെഡിസിൻ കൊണ്ടുപോകാൻ, ഇങ്ങനെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. അപ്പൊ ഇതാണ് ഇതിന്റെ
ഒരു ഓർഡർ എന്ന് പറയുന്നത് ഫയർ, ആംബുലൻസ്, പോലീസ്, എസെൻഷ്യൽ. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അതായത് ഒരു സിറ്റുവേഷൻ വരുന്ന എമർജൻസി വാഹനങ്ങളിലുള്ള പ്രയോറിറ്റി ആർക്കാണ്? നോർമലി മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എമർജൻസി വാഹനങ്ങൾക്കാണ് പ്രിയോറിറ്റി വേണ്ടത്. പക്ഷെ ഇതിൽ ഒരു എമർജൻസി വാഹനങ്ങൾ 4 വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രിയോറിറ്റി ആർക്കാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫയർ സർവീസ്, സെക്കൻഡ് ആംബുലൻസ്, തേർഡ് പോലീസ് സർവീസ് വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ മീനിങ് ഓഫ് വേർഡ് ട്രാഫിക് ഈസ്. ദ മീനിങ് ഓഫ് വേർഡ് ട്രാഫിക് ഈസ്. നമ്മൾ ട്രാഫിക് എന്ന് നോർമലി പറയാറുണ്ട് അല്ലെ? അപ്പൊ ഒരു ട്രാഫിക്കിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ആ വേർഡ് ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കേട്ടോ? ഓപ്ഷൻ എ പറയുന്നത് വെഹിക്കിൾസ് ഓഫ് എവരി ഡിസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ബി പറയുന്നത് പെഡസ്ട്രിയൻസ്, ഓപ്ഷൻ സി പറയുന്നത് ഹെർഡഡ് ആനിമൽസ്, ഓപ്ഷൻ ഡി ഇൻക്ലൂഡ്സ് ആൾ ഓഫ് ദി എബോ. വെഹിക്കിൾസ് എല്ലാ ഡിസ്ക്രിപ്ഷനിലുള്ള വാഹനങ്ങളും, അതേപോലെ തന്നെ പെഡസ്ട്രിയൻസിന്റെ കാര്യവും, അതേപോലെ ഹെർഡഡ് ആനിമൽസ് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ട്രാഫിക് ഇത് നമ്മളുടെ പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് തന്നെയാട്ടോ പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ റെഗുലേഷൻ 2 നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അപ്പൊ ഡെഫിനിഷൻസ് നമുക്ക് നോർമലി കുറെ അധികം പോയിന്റ്സ് ഡെഫിനിഷൻസിന്റെ ഉള്ളിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു ആൽഫബറ്റിക് ഓർഡറിൽ തരം തിരിച്ചിട്ടുണ്ട്. എ ഫോർ ആക്ട്, ബി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പോയിന്റ്, സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പോയിന്റ് ഓരോ ആൽഫബറ്റിക് ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ വന്നിട്ട് എസ് വരുന്ന സ്ഥലത്ത് നമുക്ക് വരുന്നത്, അതായത് ലാസ്റ്റിലോട്ട് ടി ലാസ്റ്റ് അല്ല വരുന്നത്, എസ് വരുന്ന സ്ഥലത്ത് നമുക്ക് വരുന്ന ഒരു സംഭവമാണ് ട്രാഫിക് എന്ന് പറയുന്നത് കേട്ടോ. എസ് കഴിഞ്ഞ പിന്നെ ട്രാഫിക് കഴിഞ്ഞാൽ ട്രാഫിക് ഐലൻഡ് ഉണ്ട്, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ എ മുതൽ ഇത് നോർമലി എ മുതൽ യു വരെയാണ് നമുക്ക് ഉള്ളത്. എ മുതൽ യു വരെ 25ഓളം ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് ട്രാഫിക് ആണ്. അപ്പൊ ട്രാഫിക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് അതേപോലെ തന്നെ നോക്കാം. ട്രാഫിക് ഇൻക്ലൂഡ്സ് വെഹിക്കിൾസ് ഓഫ് എവരി ഡിസ്ക്രിപ്ഷൻ ആൻഡ് അതർ കാരേജസ് ആൻഡ് കൺവെയൻസസ്, പെഡസ്ട്രിയൻസ്, processions, ridden or herded animals, and all other forms of road traffic using any road or highway or any purpose of travel. ഒരു ട്രാവലിന് വേണ്ടിയിട്ട് ഒരു പർപ്പസ് ഓഫ് ട്രാവലിന് വേണ്ടിയിട്ട് ഹൈവേ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാഫിക് എന്ന് പറയുന്നത് അല്ലെ. അത് ഏത് കാറ്റഗറിയിലുള്ള വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പെഡസ്ട്രിയൻസ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അതിലൂടെ കടന്നു പോകുന്ന എന്തോ റോഡിൽ എന്തൊക്കെ ഉണ്ടോ ആ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൽ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം വെഹിക്കിളിന് എവരി ഡിസ്ക്രിപ്ഷൻ വരും, പെഡസ്ട്രിയൻസ് വരും, ഹെർഡഡ് ആനിമൽസും വരും, എല്ലാം കൂടിയിട്ട് നാലാമത്തെ ഡി ആണ് നമുക്ക് എന്ത് വരുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ മൂന്നാമത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വെഹിക്കിൾ മേ ബി ഓവർടേക്കൺ ഫ്രം ദ ലെഫ്റ്റ് ഇഫ് ദ ഓപ്ഷൻ എ പറയുന്നത് ദ വെഹിക്കിൾ വിച്ച് ഈസ് ടു ഓവർടേക്ക് ആൻഡ് the vehicle which is to be overtaken are both driving on a multi-lane road and the vehicle ahead can be safely overtaken in the marked lane to the left of the vehicle being overtaken. Option B പറയുന്നത് the vehicle to be overtaken is either turning right or making a U-turn from the center of the road and is giving a signal to turn and it would be safe to overtake it from the left. Option C പറയുന്നത് the vehicle to be overtaken is stationary and it is safe to pass it from the left. Option D പറയുന്നത് in all the above circumstances. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സെന്റൻസ് വലുതാണ്, പക്ഷെ ആ കൺസെപ്റ്റിലെ ഓരോ പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ദ വെഹിക്കിൾ മേ ബി ഓവർടേക്കൺ ഫ്രം ദ ലെഫ്റ്റ്. ഒരു വാഹനത്തിന് ലെഫ്റ്റിലൂടെ ഓവർടേക്കൺ ചെയ്യാൻ പറ്റുന്ന അവസരം. നമുക്ക് ഇതും തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ ഒരു റൂളിൽ പെട്ടത് തന്നെയാണ്. അതായത് ഓവർടേക്ക് ചെയ്യുക, അത് 14ാമത്തെ റൂളായിരുന്നു ഓവർടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ഉണ്ട്. ഈ ഓവർടേക്ക് പറഞ്ഞ റൂളിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അതിൽ പോലെ ഒരു വാഹനത്തിൽ നമുക്ക് എപ്പോഴും പഠിക്കാറുള്ള എന്താ, പഠിക്കുന്നതും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താ, നമ്മളൊരു വാഹനത്തെ എപ്പോഴും വലതുവശത്തുകൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. വലതുവശത്തുകൂടെ മാത്രമേ നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇടതുവശത്തുകൂടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, കുറച്ച് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഓവർടേക്ക് ചെയ്യേണ്ട വാഹനവും ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനവും തമ്മിൽ ഒരു മൾട്ടി ലൈൻ റോഡിലൂടെയാണ് ഓടിക്കുന്നത് എങ്കിൽ
അല്ലെ, മൾട്ടി ലൈൻ റോഡിലൂടെ ഓടിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് ലൈനിലൂടെ ഈസി ആയിട്ട് മറ്റേ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ഓവർടേക്ക് നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം ഉണ്ടല്ലോ, നമ്മൾ ഏതോ വാഹനത്തിനാണ് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വാഹനം വലത്തോട്ട് തിരിയാനോ അല്ലെങ്കിൽ യു ടേൺ എടുക്കാനോ വേണ്ടിയിട്ട് റോഡിന്റെ സെന്ററിൽ വന്നിട്ട് റൈറ്റിലോട്ട് സിഗ്നൽ ഇട്ടുകൊണ്ട് ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട്, അല്ലെ, ഒരു സിഗ്നൽ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഹനത്തിന്റെ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യാം, അല്ലെ. നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് എന്താ, വെഹിക്കിള് നമുക്ക് ആ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, റോഡിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്, ആ വാഹനം നീങ്ങുന്നില്ല. നമുക്ക് ഇടത്ത് ഭാഗത്ത് കൂടെ പാസ് ചെയ്യല്, അതായത് ഇടത്ത് ഭാഗത്ത് കൂടെ ഓവർടേക്ക് ചെയ്യല് സേഫ് ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടത് ഭാഗത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാം. അപ്പൊ 3 കേസാണ് പറഞ്ഞത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലൈൻ റോഡിലാണെങ്കിൽ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടേൺ എടുക്കാനോ യു ടേൺ എടുക്കാനോ റോഡിന്റെ വലതുവശത്തോട് ചേർന്ന് വാഹനം നിർത്തിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൂന്നാമത് പറഞ്ഞത് വാഹനം സ്ഥിരമായിട്ട് സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഇടത് വശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഹനത്തെ ഓവർടേക്ക് ചെയ്യാം. അപ്പോ ഓപ്ഷൻ ഡി നാലാമത്തെ ആൻസർ, ഇൻ ഓൾ ദി അബോവ് സർക്കംസ്റ്റൻസസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇത് നമുക്ക് റെഗുലേഷൻസിൽ തന്നെ പറയുന്നതാണ്, 14ാമത്തെ റെഗുലേഷൻസ്, മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസിലെ 14ാമത്തെ റൂള്, 14ാമത്തെ റെഗുലേഷനിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്രൈവർ ഷാൾ സ്വിച്ച് ഓൺ ദി ഫോഗ് ലൈറ്റ് ഹെഡ് ലാംപ്സ് ഓൺലി വെൻ ദ വിസിബിലിറ്റി ഈസ് കൺസിഡേർഡ് affected due to fog, dust, rain or snow and to be used along with dash, dipped headlamps, high beam, extra light, spot light. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെന്റൻസ് തന്നെയാണ് നമ്മളുടെ റൂളിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസിലെ 31ാമത്തെ റെഗുലേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. 31ാമത്തെ റെഗുലേഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അറിയോ? നമുക്കൊരു വാഹനത്തിൽ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യാം. ആ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് എവിടെയൊക്കെ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യാം, ഡ്യൂ ടു ഫോഗോ ഡസ്റ്റോ റെയിനോ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്നോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിസിബിലിറ്റി കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഹെഡ് ലാംപ്സിന്റെ ഏത് ഹെഡ് ലാംപ്സോട് കൂടിയിട്ടാണ് ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്? ഡിപ്ഡ് ഹെഡ് ലാംപ്സ്, ഹൈ ബീം ഹെഡ് ലാംപ്സ്, എക്സ്ട്രാ ലൈറ്റ്, അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് പറയുന്നത് ഡിപ്ഡ് ഹെഡ് ലാംപ്സ് ആണ്, അല്ലെ. അത് വെഹിക്കിൾ ലൈറ്റിംഗ് എന്നുള്ള റെഗുലേഷൻസിന്റെ 31ാമത്തെ റൂളിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിന്റെ ഒരു സെന്റൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 5ാമത്തെ സബ് റൂൾ ആണ്. ഈ 31ൽ തന്നെ 1, 2, 3, 4 ഉണ്ട്. ഞാൻ ജസ്റ്റ് 5ാമത്തെ ആയതുകൊണ്ട് 5 മാത്രം ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ദ ഡ്രൈവർ ഷാൾ സ്വിച്ച് ഓൺ ദി ഫോഗ് ലൈറ്റ് ഹെഡ് ലാംപ്സ് ഓൺലി വെൻ വിസിബിലിറ്റി ഈസ് കൺസിഡറബിളി അഫക്റ്റഡ് ഡ്യൂ ടു ഫോഗ്, ഡസ്റ്റ്, സ്റ്റോം, റെയിൻ ഓർ സ്നോ ആൻഡ് ഓൺലി വിത്ത് ദി ഡിപ്ഡ് ഹെഡ് ലാംപ്സ്. അതായത് നമുക്ക് ഒരിക്കലും ഒരു ഫോഗ് ലാമ്പ് ഉപയോഗിക്കുമ്പോൾ ഹൈ ബീം ഉപയോഗിക്കാനുള്ള അനുമതിയില്ല. നമ്മൾ എപ്പോഴും ഡിപ്പ് ഹെഡ് ലാംപ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാഹനത്തിന്റെ ഫോഗ് ലാമ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഡിപ്ഡ് ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. No person shall be granted a learner's license to drive a transport vehicle unless he has held a driving license to drive a light motor vehicle for at least dash 2 years, 1 year, 3 years, 6 months. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ 7 എന്നുള്ള ഭാഗമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ 7 നമുക്ക് കുറെ അധികം സെക്ഷൻസ് പഠിക്കാണ്ട്. സെക്ഷൻ 7 വരുന്നത് ചാപ്റ്റർ 2ലാണ്. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് എന്താണ്? ചാപ്റ്റർ 2 എന്തിനാണ്? ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, അല്ലെ. മോട്ടോർ വാഹനത്തിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട്, ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഗ്രാന്റ് ചെയ്യുന്നത്, അതിന്റെ വാലിഡിറ്റി, അതിന്റെ റിന്യൂവൽ, അങ്ങനെ എല്ലാ സെക്ഷൻസും പറയുന്നത് ചാപ്റ്റർ 2ലാണ്. അപ്പൊ ചാപ്റ്റർ 2ലെ 7ാമത്തെ സെക്ഷൻ ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുക? No person shall be granted learner's license to drive a transport vehicle unless he has held a driving license to drive a light motor vehicle for at least years. അതായത് ഒരാൾക്കും ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ അതിനുള്ള ലേണേഴ്സ് ലൈസൻസിന് അനുമതി നൽകില്ല. എങ്ങനെയാണെങ്കിൽ അയാളുടെ നോർമൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് നോൺ ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അയാൾ എത്ര വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര വർഷം അയാൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഉപയോഗിച്ചിട്ടുള്ള വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ്
1 ഇയർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ഇയർ. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 7 ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് ഞാൻ പറയുന്നത്. റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രാൻഡിങ് ഓഫ് ലേണേഴ്സ് ലൈസൻസ് ഫോർ സെർട്ടൻ വെഹിക്കിൾസ്. അതിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നതാണ്. No person shall be granted a learner's license to drive a transport vehicle unless he has held a driving license to drive light motor vehicle for at least 1 year. അതായത് ഒരാൾക്ക് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ഓടിച്ചിട്ടുള്ള 1 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതിലൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഈ ഒരു ലോന്റെ താഴെ തന്നെ നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഈ കാട്ടോ അല്ലെങ്കിൽ ഈ റിക്ഷയോ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ഈ 1 ഇയർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഈ കാട്ടോ ഈ റിക്ഷ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഇതിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ കാട്ടോ ഈ റിക്ഷ എങ്കിൽ അപ്പൊ അതിൽ നമുക്ക് എന്ത് ആവശ്യമില്ല, ഈ ഒരു കാര്യം ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇതുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ഇയർ ഒരു വർഷത്തേക്കാണ്. ഒരു വർഷം LMB എടുത്ത് അത് LMB എടുത്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ലൈസൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതുള്ളൂ എന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യന് എ പേഴ്സൺ ഒബ്റ്റെയിനിങ് എ ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അറ്റ് ദി ഏജ് ഓഫ് കംപ്ലീറ്റിംഗ് 18 years and 1 month ബി എഫക്റ്റീവ് ഫോർ എ പീരിയഡ് ഓഫ്. ഇത് നമ്മുടെ ലൈസൻസിന്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ലൈസൻസുമായി റിന്യൂവലുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ 20 years. ഓപ്ഷൻ ബി until the date which such person attains age of 50 years, until the date which such a person of age of 40 years. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി 10 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരാള് 18 വർഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് എടുക്കുന്നത് അല്ലെ. ഒബ്റ്റെയിനിങ് ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് 18 വർഷം ആയിട്ടുണ്ട് അയാൾക്ക്, 1 മാസം അയക്കുന്നത്. അയാളെ വയസ്സാണ് പറഞ്ഞത്. 18 വർഷം കഴിഞ്ഞ് ഉടനെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എത്ര വർഷത്തേക്കായിരിക്കും? ഇത് ശരിക്ക് പല ആളുകളും ആൻസർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ലൈസൻസിന്റെ വാലിഡിറ്റി 20 years എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ഹാൾ പോയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പ്രൂഫ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് നോക്കും. അതിൽ ചിലപ്പോൾ നമ്മൾ ഡ്രൈവിംഗിന്റെ അന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 20 വർഷത്തേക്കൊക്കെ ആയിരിക്കും. 20 വർഷത്തേക്കൊക്കെ കിട്ടുന്നത് കണ്ടിട്ട് വാലിഡിറ്റി നോക്കിയിട്ട് 20 വർഷം ആൻസർ മാർക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ പുതിയ റൂള് പ്രകാരം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ പരിശീലിച്ച 2019 പുതിയ അമെന്റ്മെന്റ് പ്രകാരം ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് മാറിയത് കൊണ്ട് നമ്മൾ ആ പുതിയ റൂൾ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വാലിഡിറ്റി എത്രയെന്നുള്ളത് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിലോട്ട് വരാം. അപ്പൊ ഞാൻ ജസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 14 ഇവിടെ എടുത്തിട്ടുണ്ട്. കറൻസി ഓഫ് ലൈസൻസസ് ടു ഡ്രൈവ് മോട്ടോർ വെഹിക്കിൾസ്. ഒരു മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കറൻസി എത്ര, അതിന്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 14 പറയുന്നത് കേട്ടോ. ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 14 എന്ന് പറയുന്നത് സെക്ഷൻ 15 പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. 14 ഇതിന്റെ കറൻസിയും 15 ഇതിന്റെ റിന്യൂവൽ പ്രൊസീജിയറാണ്. നമ്മുടെ ലൈസൻസിന്റെ റിന്യൂവൽ പ്രൊസീജിയറാണ് 14 15 പറയുന്നത്. നമുക്ക് ലിങ്ക് തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് ഓരോരോ ലൈസൻസ് ഒന്ന്, ഇത് വലിയൊരു സെന്റൻസ് ആയിട്ട് കുറെ അധികം സെന്റൻസ് ആയിട്ടാണ് നമ്മളുടെ ഈ റൂളിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് പോയിന്റ് ആക്കിയത് കേട്ടോ. ഇപ്പൊ ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 months ആണ്. ഇപ്പൊ നിലവിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ റൂൾ നോക്കുന്ന സമയത്തും ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി 6 months ആണ്. 1 ഇയറിലോട്ട് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി 6 months ആണ്. ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ വാലിഡിറ്റി, നമ്മൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. ഇത് ആദ്യം 3 വർഷം ആയിരുന്നു, അതിപ്പോ 5 years ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ദെൻ ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി 3 years ആണ്. ഇത് ആദ്യം 1 വർഷമായിരുന്നു. ഹസാർഡ് ലൈസൻസ് അല്ല, നമ്മുടെ ഹസാർഡസ് വെഹിക്കിൾസ് ഓടിക്കാനുള്ള നമുക്ക് ആ ലൈസൻസിലൂടെ എൻഡേഴ്സ് ചെയ്യാണ്. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഹസാർഡ് ലൈസൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹസാർഡ് ലൈസൻസിന്റെ വാലിഡിറ്റി 3 years ആണ്. ഇനി നമ്മുടെ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ വാലിഡിറ്റി എടുക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആണെങ്കിൽ, അതായത് 18 വയസ്സ് മുതൽ 30 വയസ്സിന്റെ ഉള്ളിൽ ഒരാൾ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അയാളുടെ 40ാമത്തെ വയസ്സ് വരെ, അയാൾ എന്നാണോ 40ാമത്തെ വയസ്സ് ഏജ് ആകുന്നത് അതുവരെയാണ് എന്ത് വരുന്നത്, ആ ലൈസൻസിന്റെ വാലിഡിറ്റി വരുന്നത്. അതായത് 18ാമത്തെ വയസ്സിൽ എടുത്ത ഒരാൾക്കും 40ാമത്തെ വയസ്സ് വരെ കിട്ടും. 29ാമത്തെ വയസ്സിലെടുത്ത ഒരാൾക്കും അയാളുടെ 40ാമത്തെ വയസ്സ് വരെ അതിന് കിട്ടും. 40 വർഷത്തേക്കല്ല, 40ാമത്തെ അയാളുടെ വയസ്സ് വരെ, അപ് ടു 40 years, അയാളുടെ 40 years ആകുന്നത് വരെയാണ് പറയുന്നത്. നെക്സ്റ്റ് 30 മുതൽ 50 വരെ ഉള്ള ഒരു ഏജിന്റെ കാറ്റഗറിയിലുള്ള ഒരാളാണ് ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അത് മുതൽ 10 വർഷത്തേക്കാണ് കിട്ടുക. 31 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 വർഷം എന്ന് പറഞ്ഞാൽ 41 കിട്ടും. 35 എടുത്താൽ അയാൾക്ക് 45 വരെ കിട്ടും അല്ലെ. 49 എടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് കിട്ടും. എത്ര കിട്ടും? 59 വരെ കിട്ടും.
അങ്ങനെയാണ് അതിന്റെ ഏജ് ലിമിറ്റ്. ഞാൻ കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് 50 മുതൽ 55 വരെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ 60ാമത്തെ വയസ്സ് വരെ, അതായത് 50 കഴിഞ്ഞു 51 എടുത്താലും 57 54 എടുത്താലും 53 എടുത്താലൊക്കെ അയാളുടെ 60 വയസ്സ് അയാൾക്ക് എന്നാണോ ആകുന്നത് ആ ഏജ് വരെ ആയിരിക്കും അതിന്റെ ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ 55 വയസ്സിന് മുകളിൽ എടുക്കുന്ന ഓരോ ആളുകൾക്കും 5 വർഷത്തേക്ക്, 55 വയസ്സ് എടുത്തു കഴിഞ്ഞാൽ 60ാമത്തെ വയസ്സ് വരെ കിട്ടും അല്ലെ, അതായത് 5 വർഷത്തേക്ക്. ദെൻ 60 വീണ്ടും അയാൾക്ക് പുതുക്കാം, അപ്പൊ 5 വർഷത്തേക്ക് വീണ്ടും കിട്ടും, 65 വരെ കിട്ടും. ലൈസൻസിന് അപ്പർ ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും പുതുക്കാം. വാലിഡിറ്റി ഇതിന് ഏറ്റവും ഒരു നിശ്ചിത പരിധി വരെ ലൈസൻസ് കിട്ടുള്ളൂ എന്നല്ല, അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, എങ്കിലും പുതുക്കാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 18 വയസ്സും 1 മാസം അല്ലെ, അപ്പൊ ഏത് കറക്റ്റ്? അയാളുടെ 40ാമത്തെ വയസ്സ് വരെയാണ് നമുക്ക് കിട്ടുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് until the date which such a person attains age of 40 years അല്ലെ, 18 വയസ്സും 1 മാസം ആയ ഒരാൾ ലൈസൻസ് എടുത്താൽ അയാളുടെ 40ാമത്തെ വയസ്സ് വരെയാണ് എന്ത് കിട്ടുന്നത്? അയാൾക്ക് ലൈസൻസ് കിട്ടുക. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം, 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. As per Motor Vehicle Act 1988, a license to drive a transport vehicle carrying hazardous goods is issued for a period of, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. എന്താണെന്നല്ലേ? 1 year, 2 year, 3 year, 5 year. ഒരു ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകാനുള്ള ലൈസൻസിന്റെ വാലിഡിറ്റി എത്രയാണ്? ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും തോന്നുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. എത്ര വരുന്നത്? 3 years ആണ് എനിക്ക് ആൻസർ വരുന്നത് അല്ലെ. 3 വർഷത്തേക്കാണ് ഒരു ഹസാർഡ്സ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ഏജ് ലിമിറ്റ് ബേസ് ചെയ്ത് പറയണം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ നിലവിൽ 5 വർഷമാണ്, ഹസാർഡസ് വാഹനങ്ങളാണെങ്കിൽ നിലവിൽ 3 വർഷമാണ് അല്ലെ. ലേണേഴ്സ് ലൈസൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 months ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, നിങ്ങൾ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയുള്ളവരാണോ? ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ AMVI അഥവാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നേരത്തെ തയ്യാറെടുക്കാം. അതും കഴിഞ്ഞ AMVI പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമായ ടെക് PSCയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലോങ് ടേം ബാച്ചിനൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇന്ററാക്ഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, കോഴ്സ് വാലിഡിറ്റി ടിൽ എക്സാം ഡേറ്റ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓഫർ പ്രൈസ് ആയ 7000 രൂപയ്ക്ക്. ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.